16ാം കേരള നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുകയാണ്. ഈ നിയമസഭയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്തെന്ന് ചോദിച്ചാൽ അത് BJP എന്ന പാർട്ടിയുടെ നിയമസഭയിലെ സാന്നിധ്യമാണ്. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് BJPക്ക് കേരള നിയമസഭയിൽ 3 അംഗങ്ങൾ ഉണ്ടാകുന്നത്. 2016 BJP കേരള നിയമസഭയിൽ ആദ്യമായി അക്കൗണ്ട് തുറക്കുന്നത്. അന്ന് BJPയുടെ ഏറ്റവും മുതിർന്ന നേതാവായ ഒ രാജഗോപാലാണ് വി ശിവൻകുട്ടിയെ തോൽപ്പിച്ചുകൊണ്ട് നേമത്ത് വിജയക്കൊടി പാറിച്ചത്. എന്നാൽ 5 വർഷങ്ങൾക്ക് ശേഷം 2021 ശിവൻകുട്ടി തന്നെ ആ അക്കൗണ്ട് കൂട്ടിച്ചു. 2026 തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ BJP അവിടെ വിജയം ആവർത്തിക്കും അല്ലെങ്കിൽ വിജയിക്കുമെന്ന് അവകാശപ്പെട്ടുവെങ്കിൽ അന്ന് അവിടെ MLAയും മന്ത്രിയുമായ ശിവൻകുട്ടി പറഞ്ഞത് അത് ഡബിൾ പൂട്ടിട്ട് നേമത്തെ അക്കൗണ്ട് പൂട്ടിക്കുമെന്നാണ്. എന്നാൽ ഫലം വന്നപ്പോൾ നേമത്ത് മാത്രമല്ല തിരുവനന്തപുരം ജില്ലയിലെ കഴക്കൂട്ടത്തും അയൽ ജില്ലയായ കൊല്ലത്തെ ചാത്തന്നൂരിലും BJP അക്കൗണ്ടുകൾ തുറക്കുന്നതാണ് നമ്മൾ കണ്ടത്. നേമത്ത് BJPയുടെ സംസ്ഥാന അധ്യക്ഷനും മുൻ കേന്ദ്രമന്ത്രിയുമായ രാജു ചന്ദ്രശേഖറാണ് 4978 വോട്ടുകൾക്ക് വി ശിവൻകുട്ടിയെ സിറ്റിംഗ് MLAയും മന്ത്രിയുമായ ശിവൻകുട്ടിയെ പരാജയപ്പെടുത്തിയത്. കഴക്കൂട്ടത്ത് മുൻ മന്ത്രിയും സിറ്റിംഗ് MLAയുമായ CPMലെ കടകംപള്ളി സുരേന്ദ്രനെയാണ് 428 വോട്ടുകൾക്ക് പരാജയപ്പെടുത്തിയത്. കൊല്ലത്തേക്ക് വരുമ്പോൾ ചാത്തന്നൂരിൽ അവിടെ LDFന്റെ അടിയുറച്ച കോട്ടയാണ്. 2006 മുതൽ തുടർച്ചയായിട്ട് LDF വിജയിക്കുന്ന മണ്ഡലമാണ്. CPI ആണ് ആ മണ്ഡലത്തിൽ മത്സരിക്കുന്നത്. ആ മണ്ഡലമാണ് 4398 വോട്ടുകൾക്ക് BJPയിലെ BB ഗോപകുമാർ എന്ന നേതാവ് അട്ടിമറി വിജയം സ്വന്തമാക്കിയത്. അങ്ങനെ 3 നിയമസഭാ അംഗങ്ങളാണ് ഇത്തവണ BJP സ്വന്തമാക്കിയിരിക്കുന്നത്. ഇന്ന് സത്യപ്രതിജ്ഞയ്ക്ക് പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തി അവിടെ നിന്നും പ്രവർത്തകരോടൊപ്പം പ്രകടനവുമായാണ് ഈ 3 അംഗങ്ങളും നിയമസഭയിലേക്ക് എത്തിയത്. സംസ്ഥാന അധ്യക്ഷനും നിയുക്ത MLAയുമായ രാജു ചന്ദ്രശേഖർ പറഞ്ഞത് ഇത് BJPയെ സംബന്ധിച്ച് ചരിത്ര ദിനമാണ്, പുതിയ ഒരു തുടക്കമാണ്, പുതിയ രാഷ്ട്രീയമാണ്. മോദിയുടെ വികസന രാഷ്ട്രീയം ഇനി കേരള നിയമസഭ കാണും എന്നാണ് അദ്ദേഹം അവകാശപ്പെട്ടത്. എന്തായാലും ഈ നിയമസഭയുടെ തുടക്കത്തിൽ തന്നെ BJP വളരെ നിർണായകമായ വളരെ സുപ്രധാനമായ ഒരു തീരുമാനം കൈക്കൊണ്ടിരിക്കുകയാണ്. അത് മറ്റൊന്നുമല്ല, നിയമസഭയിലെ സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ BJP മത്സരിക്കും എന്നാണ് രാജു ചന്ദ്രശേഖർ വ്യക്തമാക്കിയിരിക്കുന്നത്. അവരുടെ സ്ഥാനാർത്ഥിയായിട്ട് ചാത്തന്നൂരിൽ നിന്നും വിജയിച്ചു വന്ന BB ഗോപകുമാറിനെ തീരുമാനിക്കുകയും ചെയ്തിട്ടുണ്ട്. കേരള നിയമസഭയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് BJP സ്പീക്കർ തെരഞ്ഞെടുപ്പിലേക്ക് മത്സരിക്കുന്നത്. കാരണം അവർക്ക് 1ലധികം അംഗങ്ങളെ ലഭിച്ച ആദ്യത്തെ നിയമസഭയാണിത്. അവർക്ക് 3 അംഗങ്ങളാണുള്ളത്. അപ്പോൾ ഈ 2 അംഗങ്ങളുടെ വോട്ട് മാത്രമേ അവർക്ക് ലഭിക്കുകയുള്ളൂ. എങ്കിൽ പോലും മത്സരത്തിൽ നിന്നും പിന്നോട്ടില്ല എന്ന് BJP വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട്. UDF അവരുടെ സ്പീക്കർ സ്ഥാനാർത്ഥിയായിട്ട് മുതിർന്ന നേതാവ് കോൺഗ്രസ് നേതാവായ തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. UDFന് 102 അംഗങ്ങൾ നിയമസഭയിലുണ്ട്. സ്വാഭാവികമായിട്ടും UDF വിജയിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. മറുവശത്ത് LDF അവരുടെ സ്പീക്കർ സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കാൻ പോകുന്നതേയുള്ളൂ. എന്തായാലും അതിനിടയ്ക്ക് വെറും 3 അംഗങ്ങളുള്ള BJPയും തങ്ങൾ ഈ സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു എന്ന പ്രഖ്യാപനം, വളരെ സുപ്രധാനമായ ഒരു പ്രഖ്യാപനം നടത്തുകയാണ്. നിയമസഭയുടെ ചരിത്രത്തിൽ, കേരള നിയമസഭയുടെ ചരിത്രത്തിൽ ആദ്യമായി BJP അങ്ങനെ ഒരു സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയാണ്. 2016 അവർക്ക് ആദ്യമായിട്ടൊരു അംഗമുണ്ടായ തെരഞ്ഞെടുപ്പിൽ ആ നിയമസഭയിൽ അന്നത്തെ സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ ഒ രാജഗോപാല് അന്നത്തെ LDFന്റെ സ്പീക്കർ സ്ഥാനാർത്ഥിയായിരുന്ന P ശ്രീരാമകൃഷ്ണന് വോട്ട് കുത്തുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. പിന്നീട് ഒ രാജഗോപാൽ അത് പറയുകയും ചെയ്തു. കൃഷ്ണൻ എന്ന പേരുള്ള സ്ഥാനാർത്ഥിക്കാണ് താൻ വോട്ട് കുത്തിയതെന്ന് അദ്ദേഹം പറയുകയും ചെയ്തു. അത് വലിയ വിവാദമായി മാറുകയും ഒക്കെ തന്നെ ചെയ്തതാണ്. എന്തായാലും BJPയുടെ ഈ നീക്കം കേരള രാഷ്ട്രീയത്തിൽ വളരെ സുപ്രധാനമായ ഒന്നായി മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല. വരുന്ന 5 വർഷക്കാലയളവിൽ ഈ നിയമസഭയിൽ വലിയ ഒരു ശബ്ദമായിട്ട് BJP മാറുമെന്ന കാര്യത്തിലും തർക്കമില്ല.